സ്വാഗതം. ഇടുക്കിയിലും ഗവിയിലും കുട്ടികളോടൊപ്പവും മലനിരകളിലും ഒക്കെ മനസ്സിലെ മണിച്ചിത്രത്താഴിൽ പൂട്ടിയിട്ടിരിക്കുന്ന പേരുകൾ അനാവരണം ചെയ്യുന്ന ഈ ബൗദ്ധിക യാത്ര തിരുവനന്തപുരം ജില്ലയിലെ പൂവച്ചലിലെ ഗവൺമെന്റ് സ്കൂളിൽ എത്തി നിൽക്കുന്നു. ചിതറിത്തെറിച്ച നിന്റെ തലച്ചോറിൽ എഴുതപ്പെട്ട രഹസ്യമോഹങ്ങൾ വായിക്കുവാൻ ഒരു തലമുറ ഉണർന്നെഴുന്നേൽക്കുകയായി എന്ന് രക്തസാക്ഷികളോട് ആവേശം കൊണ്ട് ആരാധകർ 1000 പറഞ്ഞിട്ടുണ്ടാകാം. മത്സരാർത്ഥികളോട് നിങ്ങളുടെ തലച്ചോറിലെ രഹസ്യനാമങ്ങൾ വായിച്ചെടുക്കാൻ ഒരു ശ്രമത്തിൽ അഭിരമിക്കാനാണ് എനിക്കിഷ്ടമെന്നല്ലേ എനിക്ക് പറയാൻ കഴിയും. ആ അഭിരമിക്കൽ പ്രക്രിയയിൽ ഇനി മത്സരിക്കാനെത്തുന്നത് അഭിരാമിയാണ്. ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഇനി 10th. വീടെവിടെ? പുളിങ്കോട്. അച്ഛനും അമ്മയൊക്കെ എന്ത് ചെയ്യുന്നു? അച്ഛൻ ഹോട്ടലിലാണ്, അമ്മ ഹൗസ് വൈഫ്. ഹൗസ് വൈഫ് എന്നൊന്നും പറയരുത് പെൺകുട്ടികൾ, ഹോം മേക്കർ അല്ലേ? ശരി. പെൺകുട്ടികൾ സ്വാഭിമാനത്തിനു വേണ്ടി ഏറ്റവും ശക്തമായി പൊരുതണം. ലോകത്തിലെ ഏറ്റവും അഭിമാനിക്കാവുന്നത് പെൺകുട്ടികൾക്കാണ്. ഏറ്റവും ശക്തരായവർ സ്ത്രീകളാണ്. മറ്റൊരു ജീവനെ വരെ സ്വന്തം ശരീരത്തിൽ പേറാൻ കഴിയുന്ന ഏറ്റവും വലിയ അത്ഭുതമാണ് സ്ത്രീ. പക്ഷെ ഈ ഇടയ്ക്ക് ഒരാൾ പറഞ്ഞു അയാൾക്കൊരു പെൺകുട്ടിയെ പരിചയമുണ്ടായിരുന്നു. വിവാഹം കഴിയുന്നതുവരെ പെൺകുട്ടി സ്ത്രീധനം വാങ്ങരുത്, സ്ത്രീധനം കൊടുക്കരുത് എന്ന് നിരന്തരം മുദ്രാവാക്യം മുഴക്കുകയും സംസാരിക്കുകയും ചെയ്തു. വിവാഹം കഴിഞ്ഞു. സ്ത്രീധനം കൊടുക്കുകയും വാങ്ങുകയും ചെയ്യുന്നതിനെ എതിർത്തുകൊണ്ട് തന്നെ വിവാഹം കഴിച്ചു. കുടുംബമായി. ആൺകുട്ടി ജനിച്ചു, അമ്മയായി, മകന്റെ വിവാഹ സമയമായി. അപ്പം മുദ്രാവാക്യം ഒന്ന് പരിഷ്കരിച്ചു. സ്ത്രീധനം കൊടുക്കരുത്, വാങ്ങാം. ശരി. അപ്പോ അഭിരാമി റെഡി? പാട്ട് പാടോ? കള്ളം പറയരുത്. പാടോ? ഇല്ല. അഭിരാമി പാടോ? ഇല്ല, സത്യമായിട്ടും പാടത്തില്ല. ഇല്ല. ശരി, നമുക്ക് നോക്കാം. എന്നെ പാടുപെടുത്തോ? ആദ്യത്തെ 10 ചോദ്യങ്ങളുടെ മേഖലയിലേക്ക് യാഗം. അഭിരാമി വിചാരിച്ചയാൾ ജീവിച്ചിരിപ്പുണ്ടോ? ജീവിച്ചിരിപ്പില്ല. ഇന്ത്യൻ അല്ല. ഏഷ്യൻ അല്ല. യൂറോപ്പ് അല്ല. അമേരിക്കൻ ഭൂഖണ്ഡങ്ങൾ അല്ല. ഏഷ്യൻ അല്ല. ഓസ്ട്രേലിയൻ ഭൂഖണ്ഡം അല്ല. എന്താ മോനപ്പ എന്താ പറഞ്ഞേ? പിന്നെ ഒരിടത്തും അല്ലേ എന്നോ? ഇതാ മോനെ, ഇനിയൊരു ഭൂഖണ്ഡം ഇല്ലേ? ആഫ്രിക്കയില്ലേ? അല്ലെങ്കിൽ തന്നെ അന്റാർട്ടിക്കയിൽ ജനിച്ച ആളുകളില്ലേ? നമുക്ക് നോക്കാം. ആഫ്രിക്കൻ തന്നെയാണോ? അതെ. ആണ്. സൗത്ത് ആഫ്രിക്ക അല്ല. രാഷ്ട്രീയം, കലാ, സാഹിത്യം ഇതിലൊന്നാണോ പ്രധാനം? അതെ. 10 ചോദ്യങ്ങൾ യജ്ഞം. സാംബിയ, സിംബാബ്വെ, സാൻസിബാർ, ഘാന, ഉഗാണ്ട ഇതിലൊന്നാണോ രാജ്യം? അല്ല. രാഷ്ട്രീയം? അതെ. ഈജിപ്ത്? നോ. നൈജീരിയ, ലൈബീരിയ, ട്യൂണീഷ്യ, ബർക്കിനോ ഫാസോ ഇതിലൊന്നാണോ രാജ്യം? അല്ല. കാമറൂൺ, കെനിയ? അതെ. 16 ചോദ്യങ്ങൾ ഒക്കെ പോകുന്നതിന് മുമ്പ് ഒരു ഗസ് നടത്താം. ജോമോ കെനിയത്തെയാണോ? അതെ. കെനിയയുടെ രാഷ്ട്രപിതാവ്, ജീവിതം മുഴുവൻ തടങ്കലിൽ തിളച്ചിട്ട് പോയ കറുത്ത വർഗക്കാരുടെ ധീരനായ നേതാവ് ജോമോ കെനിയാത്ത. ജോമോ കെനിയാറ്റ കെനിയയുടെ ആദ്യ പ്രസിഡന്റാണ് ജോമോ കെനിയാറ്റ. കെനിയയുടെ സ്ഥാപക പിതാവായി ഇദ്ദേഹത്തെ കണക്കാക്കുന്നു. ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്നും കെനിയ ഒരു സ്വതന്ത്ര റിപ്പബ്ലിക്കായി രൂപാന്തരപ്പെടുന്നതിൽ നിർണായക പങ്ക് വഹിച്ചു. ജോമോ കെനിയാത്തയിലൂടെയാണ് മോളെ കെനിയ എന്ന് പറയുന്ന രാജ്യം ഉരുവാകുന്നത്. ജോമോ കെനിയാത്തയാണ് തടവറകൾക്കകത്തിരുന്നു കൊണ്ട് പീഡനങ്ങളിലൂടെ, യാതനകളിലൂടെ ആ രാജ്യത്തിന്റെ വിവേചനത്തിനെതിരെ, ആ രാജ്യത്തിന്റെ പാരതന്ത്ര്യത്തിനെതിരെ അതിശക്തമായി പോരാടിയ ആളാണ് ജോമോ കെനിയാത്ത. കേട്ടോ? കോമി എൻകൂമ എന്ന ഘാനയിലെ നേതാവ് ഘാനയ്ക്ക് വേണ്ടി, നെൽസൺ മണ്ടേല ദക്ഷിണാഫ്രിക്കയ്ക്ക് വേണ്ടി, ജോമോ കെനിയാത്ത കെനിയയ്ക്ക് വേണ്ടി ഒക്കെ പോരാടിയത് ധീരമായ ചരിത്രമാണ്.
നമ്മുടെ ഗാന്ധിജിയെ പോലെ. കേട്ടോ, മാർജിൻ ഫ്രീ ബിൽഡിംഗ് മെറ്റീരിയൽസ് നിഷ നൽകുന്ന ഒരു സമ്മാനം. കിം ചിഹായ് എന്ന തടവുകാരൻ വേനലിൽ എരിയുന്ന ആദ്യത്തെ സ്വപ്നം പോലെ ജയിലിൽ കിടന്നു. സച്ചിദാനന്ദന് പക്ഷേ എരിഞ്ഞ സ്വപ്നങ്ങൾ മഴയായിരുന്നു കവിതയിൽ. അതുകൊണ്ടാണ് സച്ചിദാനന്ദൻ വേനൽ മഴ എന്ന കവിതയിൽ ഇങ്ങനെ എഴുതി ചോദിച്ചത്: വേനലിലെ ആദ്യത്തെ മഴ പെയ്യുകയാണിപ്പോൾ. മഴയുടെ ചില്ലുകുഴലിലൂടെ എണ്ണമറ്റ കുഞ്ഞുമാലാഖമാർ വന്നിറങ്ങി ഇലകളിൽ നൃത്തം ചെയ്യുന്നതും നോക്കി ഈ ഭൂമിയിലെ പ്രക്ഷുബ്ധമായ പ്രവാസത്തെക്കുറിച്ചോർത്ത് കിം ചിഹായ്, നിന്റെ ആഫ്രിക്കൻ തടവറയുടെ ജനലരികിൽ നീ എന്താണ് ചെയ്യുന്നത്? സ്റ്റേ ട്യൂൺഡ്. വെൽക്കം ബാക്ക് ടു അശ്വമേധം പ്രസന്റഡ് ബൈ സ്വയംവര സീഡ്സ്. ചില അക്ഷരങ്ങൾ നമ്മുടെ മനസ്സിൽ ചില വാക്കുകൾ ഉണ്ടാക്കും. ആ വാക്കുകൾ നമ്മുടെ മനസ്സിൽ ചില കാഴ്ചകൾ ഉണ്ടാക്കും. ഇണ്ട എന്ന അക്ഷരം കാണുമ്പോൾ തന്നെ ചെണ്ട കൊട്ടിപ്പാടുന്ന ഒരാളുടെ രൂപം നമ്മുടെ മനസ്സിൽ ഉണ്ടാകുന്നത് സ്വാഭാവികം. ഖ എന്ന അക്ഷരം കാണുമ്പോൾ തന്നെ ആകാശത്തിൽ നിരനിരയായി കുന്നുകൾ പോലെ കൂടുകെട്ടുന്ന മേഘങ്ങൾ തോന്നാം നിങ്ങൾക്ക്. എന്നാൽ ഈ കുട്ടിയുടെ വീട്ടിലുള്ളവർക്ക് ഖ കണ്ടാൽ അനഘ എന്നേ തോന്നൂ. അടുത്ത മത്സരാർത്ഥി അനഘ. അനഘ ഏത് ക്ലാസ്സിലാ മോളെ? അടുത്ത എട്ടിലാണോ? വീട്ടിലാരൊക്കെ ഉണ്ട്? അച്ഛനും അമ്മയും. അച്ഛനും അമ്മയും മോളും. പഠിക്കാനൊക്കെ എങ്ങനെ പഠിക്കാൻ? സ്കൂളിലെ മത്സരങ്ങളിലൊക്കെ പങ്കെടുത്തോ? ഏതിലൊക്കെ പങ്കെടുത്തു? ശാസ്ത്രോത്സവം ക്വിസിൽ പങ്കെടുത്തോ? സമ്മാനം കിട്ടിയോ? അത് ശരി. എങ്ങനെയുണ്ട് നമ്മുടെ അധ്യാപകരൊക്കെ? കൊള്ളാം. അവരാണോ നിങ്ങളെ പഠിപ്പിക്കുന്നത്? അത് പറ്റില്ല, അത് പാടില്ല. അവര് നിങ്ങളെയും നിങ്ങൾ അവരെയും പഠിപ്പിക്കണം. അപ്പോഴേ വിദ്യാഭ്യാസം ശരിയാവും അല്ലേ? അധ്യാപകര് കുട്ടികളെയും കുട്ടികൾ അധ്യാപകരെയും പഠിപ്പിക്കുന്ന പ്രക്രിയയാകണം വിദ്യാഭ്യാസം. ശരി മോളെ, ആരംഭിച്ചാലോ? അശ്വമേധം കണ്ടിട്ടുണ്ടോ? ഇഷ്ടമാണ്. ഇപ്പോൾ എന്താ എല്ലാ തലയാട്ടയുള്ളൂ? ശരി. പേടിയുണ്ടോ? ഇല്ല. ആദ്യത്തെ 10 ചോദ്യങ്ങളുടെ മേഖലയിലേക്ക് യാത്ര. അനഘ വിചാരിച്ച വ്യക്തി പുരുഷൻ? അല്ല. ജീവിച്ചിരിപ്പുണ്ടോ? ഇല്ല. ഇന്ത്യൻ? അല്ല. ഗവൺമെന്റ് VHSS പൂവച്ചലിലെ 3 മത്സരാർത്ഥികളിൽ ആരും ഇന്ത്യക്കാരെ വിചാരിച്ചില്ലല്ലേ? ഏഷ്യൻ? അല്ല. യൂറോപ്യൻ? അല്ല. അമേരിക്കൻ ഭൂഖണ്ഡങ്ങൾ? അതെ. USA? അല്ല. USA ആണോ? USA എന്ന് പറഞ്ഞാൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ആണോ രാജ്യം? അതെ. സാധാരണഗതിയിൽ മരണം? അല്ല. 1950 ശേഷം മരണം? അല്ല. അതിനു മുമ്പ് മരിച്ചു? 1900 ശേഷം മരണം? അതെ. യജ്ഞം? രാഷ്ട്രീയം, കല, സാഹിത്യം ഇതിലൊന്നാണോ പ്രധാനം? അല്ല. സയൻസ്? അല്ല. മതപരം, ആത്മീയം, സാമൂഹ്യ പ്രവർത്തനം? അതെ. മതപരം, ആത്മീയം? അല്ല. അമേരിക്കൻ സാമൂഹ്യ പ്രവർത്തക? അതെ. സാധാരണഗതിയിൽ അല്ല മരിച്ചത് എന്നാണ് പറഞ്ഞത് അല്ലേ? അതെ. അല്ല. കറുത്തവർഗക്കാർക്ക് വേണ്ടി പൊരുതിയ ഒരു സ്ത്രീയാണോ? അറിഞ്ഞിട്ട്. അതാണോ അവരുടെ പ്രധാന മേഖല? ഓക്കെ. എൻവയൺമെന്റലിസം ആയിരുന്നോ? പാരിസ്ഥിതിക പ്രവർത്തനമായിരുന്നു? പ്രകൃതിക്ക് വേണ്ടി പ്രവർത്തിച്ചതാണോ പ്രധാനം? അല്ല. രാജസൂയം? ഏതെങ്കിലും പുതിയ പ്രസ്ഥാനങ്ങൾ ആരംഭിച്ചിട്ടുണ്ടോ അവർ? ഇല്ല. അന്തർദേശീയ അവാർഡുകൾ ലഭിച്ചിട്ടുണ്ടോ? ഇല്ല. യുദ്ധവുമായി ബന്ധപ്പെട്ട
യുദ്ധ കാലഘട്ടത്തിലെ സാമൂഹിക സംഭാവനകളാണോ അവരെ ശ്രദ്ധേയാക്കിയത്? അതെ. ആണ്. വാർ ടൈം വർക്കാണ്. 1920 ശേഷമാണോ മരിച്ചത്? അതെ. അമ്മമാരുടെ കൂട്ടായ്മയുമായി ബന്ധമുണ്ടായിരുന്നു? അറിയില്ല. ചോദ്യങ്ങൾ കഴിഞ്ഞു. ഒരു ഉത്തരം മാത്രം പറയാം. സുസന്ന ബി അന്തോണി? സുസന്ന ബി അന്തോണിയാണോ? അല്ല. അല്ല. കൺഗ്രാറ്റുലേഷൻ. പറയൂ മോളെ, ആരെ വിചാരിച്ചേ? മേരി മൗണ്ട്. മേരി മൗണ്ടോ? മേരി. ആൻസർ പറയൂ. ആരുടെ പേര് പറയൂ. മറന്നു. അതെ. സർ, അവരെ കുറിച്ച് പറയൂ. ഞാൻ ആളിനെ പറയാമോ നോക്കട്ടെ. മേരി റിച്ച്മോണ്ട് ജീവകാരുണ്യ പ്രവർത്തക, ചാരിറ്റിയാണ്. അവരുടെ ചാരിറ്റി ഓർഗനൈസേഷൻസിന്റെ സ്ഥാപകയാണ്. അല്ല, അവർ ചാരിറ്റി ഉണ്ടല്ലോ, ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ വളരെയധികം പൈനിയർ ചെയ്ത ഒരു ലേഡിയാണ്. അവർ ഒരു പ്രസ്ഥാനം സ്ഥാപിച്ചിട്ടുണ്ട്. റിച്ച്മോണ്ട് ഫെഡറേഷൻ ഉണ്ട്. അവർ ഇൻഫാക്ട് അവര് അമേരിക്കയിൽ ഫിലാഡൽഫിയ ആയിരുന്നു അവരുടെ പ്രവർത്തന കേന്ദ്രം. മേരി റിച്ച്മോണ്ട്. മേരി റിച്ച്മണ്ട് 1861 ഓഗസ്റ്റ് 5 അമേരിക്കയിൽ ജനിച്ച മേരി എലൻ റിച്ച്മണ്ട് ഒരു സാമൂഹിക പ്രവർത്തകയായിരുന്നു. 1888 ചാരിറ്റി ഓർഗനൈസേഷൻ സൊസൈറ്റിയുടെ അസിസ്റ്റന്റ് ട്രഷററായി ജോലിയിൽ പ്രവേശിച്ച ഇവർ അമേരിക്കയിലെ സാമൂഹിക രംഗത്തെ നെടും തൂണായി കരുതപ്പെടുന്നു. 1928 ക്യാൻസർ രോഗം മൂലം മരണമടഞ്ഞു. ഇത് 10 ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞതിന്, ഇത് 10 ചോദ്യങ്ങൾ കഴിഞ്ഞതിന്, ഇത് 16 ചോദ്യങ്ങൾ കഴിഞ്ഞതിന് നോർത്ത് റിപ്പബ്ലിക്. പക്ഷെ സംഗതി, അടുത്ത സമ്മാനം ഞാൻ എങ്ങനെയാ തരിക? മോള് വിചാരിച്ച ആളുടെ പേര് എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിൽ മോള് പറയേണ്ട ആരെയാ വിചാരിച്ചെന്ന് അല്ലേ? പക്ഷെ കുഴപ്പമില്ല, ഇപ്പൊ മറന്നുവെങ്കിലും ഇനി മറക്കാതിരിക്കാൻ മോൾ വിജയി തന്നെയാണ്. അപ്പൊ ഇനി ഒരാളുടെ മനസ്സിൽ വിചാരിച്ചാൽ മറക്കരുത് കേട്ടോ. മേരി റിച്ച്മോണ്ട് അമേരിക്കയിലെ ജീവകാരുണ്യ പ്രസ്ഥാനങ്ങൾക്ക് അടിത്തറയിട്ട സ്ത്രീയാണ്. ഫിലാഡൽഫിയയിലാണ്. ഫിലിയില് മേരി റിച്ച്മോണ്ടിന്റെ സ്മാരകമായ പ്രസ്ഥാനങ്ങളും സ്ഥാപനങ്ങളും ഉണ്ട്. ചാരിറ്റി സൊസൈറ്റി എന്നൊരു സൊസൈറ്റി അമേരിക്കയിൽ ആരംഭിച്ചത് മേരി റിച്ച്മോണ്ടാണ്. ശരി, ഓൾ ദി ബെസ്റ്റ്. സ്റ്റേ ട്യൂൺഡ്. സ്വകാര്യവൽക്കരണത്തിന്റെ ചൂഷണ കാലഘട്ടത്തിൽ പെട്ടും പെടുത്തിയും തളർന്നു പോകുന്ന കുട്ടികളുടെയും രക്ഷകർത്താക്കളുടെയും ജൈവാകാശങ്ങളിൽ കേരളത്തിലെ പൊതുവിദ്യാലയങ്ങൾ മാതൃകാപരമായി സംരക്ഷിക്കപ്പെടേണ്ടതും ഉന്നത നിലവാരത്തിലേക്ക് ഉയർന്നു വരേണ്ടതും ഒരു കാലത്തിന്റെയും ഒരു ചരിത്രബോധത്തിന്റെയും ആവശ്യകതയാണ്. അത് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ കേരളത്തിലെ ഗവൺമെന്റ് കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളെ മാതൃകാപരമായി ഏറ്റെടുക്കുകയും ഉയർന്ന നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം അവിടെ ലഭ്യമാക്കുകയും ചെയ്യുന്നു. ഗവൺമെന്റ് VHSS പൂവച്ചൽ തിരുവനന്തപുരം ജില്ലയിലാണ്. ഇടുക്കിയിലും കോട്ടയത്തും പത്തനംതിട്ടയിലും രാജ്യത്തിന്റെ അതിർത്തികൾക്കപ്പുറവും അശ്വമേധം നടത്തുന്നതിനിടയിൽ തിരുവനന്തപുരം ജില്ലയിലെ പൂവച്ചലിൽ എത്തുന്നതിന് പിന്നിലുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം കൂടിയുണ്ട്. ഈ വിദ്യാഭ്യാസ സ്ഥാപനം മികവിന്റെ കേന്ദ്രമായി, സെന്റർ ഓഫ് എക്സലൻസ് ആയി അംഗീകരിക്കപ്പെട്ടു. ഒരു വിദ്യാഭ്യാസ സ്ഥാപനം മികവിന്റെ കേന്ദ്രമാകുന്നത് ഇൻഫ്രാസ്ട്രക്ചറുകളുടെ അടിസ്ഥാനത്തിലല്ല എന്നും മറിച്ച് അവിടുത്തെ അധ്യാപകരുടെ ആത്മാർത്ഥമായ ഇൻവോൾവ്മെന്റിന്റെ അടിസ്ഥാനത്തിലാണെന്നും നിസ്സംശയം തെളിയിക്കുന്നു പൂവച്ചലിലെ ഈ വിദ്യാഭ്യാസ കേന്ദ്രം. ആമിന, വരൂ. ഏത് ക്ലാസ്സിലാ? അടുത്തത് 8ാം ക്ലാസ്സിലാണ്. ഒരു പാട്ട് പാടിയ കേക്കട്ടെ. ചിരിക്കാനല്ല പറഞ്ഞ പാട്ട് പാടാൻ അറിയില്ല. നമുക്ക് ആമിനയ്ക്കൊരു മത്സരം വെച്ചാലോ? ഞാൻ 1 മുതൽ 10 വരെ എണ്ണം, അതിന് അത്രയും നേരം ചിരിക്കാതിരിക്കണം. റെഡി? 1. ശരി, അശ്വതം കളിക്കാം. റെഡി? ആദ്യത്തെ 10 ചോദ്യങ്ങളുടെ മേഖലയിലേക്ക് ആമിനയോടൊപ്പം യാഗം. അതുകൊണ്ട് ഈ മധ്യവേനൽക്കാലത്ത്
എവിടെയെങ്കിലും ടൂറ് പോയോ? ഇല്ല. അച്ഛനമ്മയൊന്നും കൊണ്ടുപോയില്ല? വാപ്പ വന്നിട്ടേ പോകും. വാപ്പ എവിടെയാ? ഗൾഫില്. ഗൾഫിൽ എവിടെയാ? സൗദി അറേബ്യയില്. സൗദിയിൽ എവിടെയാ? ദമാമില്. ദമാമിലാണോ? പേരെന്താ? നിസാർ. നിസാർ, ദമാമിൽ നവോദയയുടെയും മറ്റും പ്രവർത്തനങ്ങളിൽ പങ്കാളിയാകണം നിസാർ. ദമാമിലെ മലയാളികൾ അശ്വമേധം കളിക്കാൻ ഏറെക്കാലമായി ആവശ്യപ്പെടുന്നുണ്ട്. ഞങ്ങൾ ആ ദമാമിൽ വരുന്നുണ്ട്. അപ്പോൾ നിസാറിനെ കാണാം. ഇപ്പം നിസാറിൻ്റെ മകൾ അശ്വമേധത്തിൽ പങ്കെടുക്കുകയാണ്. അപ്പോൾ വന്നിട്ട് മകളെ കൊണ്ടുപോകണം. എവിടെയാ പോ ഇഷ്ടം? ഊട്ടി, കൊടൈക്കനാൽ. മലയാളത്തിൽ നമ്മൾ ഈ ഏതെങ്കിലും കാര്യം പറഞ്ഞാൽ അതിനെ സിമെന്റ് ചെയ്യാൻ വേണ്ടി, അതിനെ ആധികാരികമാക്കാൻ വേണ്ടി നമ്മൾ പറയില്ലേ, ആ പറഞ്ഞ അവൻ്റെ ആശയം അവൻ ഊട്ടിയുറപ്പിച്ചു എന്ന് പറയും അല്ലേ? അപ്പൊ അത് പഠിക്കാനുള്ളത് കൊണ്ട് എൻ്റെ 7ാം ക്ലാസ്സിലെ മോന് വാക്യത്തിൽ പ്രയോഗിക്കാൻ മലയാളത്തിൽ ഊട്ടിയുറപ്പിക്കാൻ ചോദിച്ചപ്പോൾ അവൻ എഴുതിയതാ, അച്ഛനും അമ്മയും കൊടൈക്കനാലും ഗോവയും പറഞ്ഞെങ്കിലും ഞങ്ങളുടെ നിർബന്ധത്തിന് വഴങ്ങി അവസാനം ടൂറിന് ഊട്ടിയുറപ്പിച്ചു. ശരി, ആരംഭിക്കാം. അല്ല. പുരുഷൻ ജീവിച്ചിരിപ്പുണ്ടോ? 50 വയസ്സിന് മുകളിൽ പ്രായം? രാഷ്ട്രീയം ഇല്ല. സ്പോർട്സാ? അല്ല. 50 താഴെയാണ് പ്രായം, പക്ഷെ സ്പോർട്സ് അല്ല. അമേരിക്കൻ ഭൂഖണ്ഡങ്ങൾ? യൂറോപ്പ്? ഇന്ത്യൻ അല്ല, ഏഷ്യൻ അല്ല എന്നല്ലേ പറഞ്ഞേ? യൂറോപ്യനും അല്ല, അമേരിക്കൻ ഭൂഖണ്ഡങ്ങളും അല്ല. ഓസ്ട്രേലിയ ആണോ? അമേരിക്കൻ സിറ്റിസൺഷിപ്പ് യെസ് ആണ് പറയുന്നത്. പോട്ടെ, അയാളുടെ സിറ്റിസൺഷിപ്പ് അവിടെ കിടക്കട്ടെ. അയാൾ ജനിച്ചത് അപ്പൊ ഓസ്ട്രേലിയൻ ഭൂഖണ്ഡത്തിലാ? 40 വയസ്സിന് മുകളിൽ പ്രായം? യജ്ഞം? രാഷ്ട്രീയം, കലാ, സാഹിത്യം? മതപരം, ആത്മീയം, സാമൂഹ്യ പ്രവർത്തനം? ബിസിനസ്? 40 വയസ്സിന് മുകളിൽ പ്രായമാണെന്നല്ലേ പറഞ്ഞത്? സക്കർബർഗ് ഒന്നും 40 ആയില്ല, ഇത് 40-ന് മുകളിലാണ് അല്ലേ? കമ്പ്യൂട്ടർ റിലേറ്റഡ് ആണോ അയാളുടെ ബിസിനസ്? അപ്പൊ ഗൂഗിളുമായിട്ടൊന്നും ബന്ധമുള്ള ആളല്ല. ഓൺലൈൻ മാർക്കറ്റിംഗുമായി ബന്ധപ്പെട്ടതാണോ? അല്ല, കമ്പ്യൂട്ടറുമായി റിലേറ്റഡ് അല്ല എന്നല്ലേ പറഞ്ഞു അല്ലേ? ജെഫ് ബിസ്വാസിനെ പോലെ ആമസോൺ ഒന്നും അല്ല. അപ്പോ കമ്പ്യൂട്ടറുമായി റിലേഷൻ ഒന്നുമില്ല. സയൻസുമായി ബന്ധമുണ്ടോ? വാഹനങ്ങളുമായി? 40-ന് മുകളിലാണ്. വാഹനങ്ങളായിട്ട് ബന്ധമുണ്ട്. സ്പേസ് എക്സുമായി ബന്ധമുണ്ടോ? പിന്നെ പക്ഷേ സയൻസുമായി ഒരു ബന്ധമില്ലെന്ന് എങ്ങനെ പറയാ? അയാളുടെ ഏറ്റവും വലിയ ഇപ്പോഴുള്ള സ്വപ്നം കമേഴ്സ്യൽ, വ്യാവസായിക അടിസ്ഥാനത്തിൽ ആളുകളെ റോക്കറ്റിൽ കയറ്റി ബഹിരാകാശത്ത് എത്തിക്കുക എന്നതാണോ? ദ മോസ്റ്റ് റീസെന്റ്, ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അയാളെ കുറിച്ചുള്ള വാർത്ത കമേഴ്സ്യൽ സർവീസ് ടു സ്പേസ് ത്രൂ റോക്കറ്റ്സ് ആണോ? ആണ് സർ. സ്പേസ് എക്സിന്റെ സ്ഥാപകനാണത് അല്ലേ? അയാളുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വപ്നം കുറച്ചു കാലം കഴിഞ്ഞാൽ ബഹിരാകാശത്തൂടെ കാറുകൾ പറക്കുന്നതാണ്, കാറുകൾ ഒഴുകി നടക്കുന്നതാണ്. ഇലോൺ മസ്ക്. ഇലോൺ മസ്കിന് ശാസ്ത്രവുമായി ബന്ധമില്ല എന്നും പറയരുത് കേട്ടോ. ഇലോൺ മസ്ക് സൗത്ത് ആഫ്രിക്കയിൽ ജനിച്ച അമേരിക്കക്കാരനായ ഒരു വ്യവസായിയും ശാസ്ത്രജ്ഞനും എഞ്ചിനീയറുമാണ് ഇലോൺ മസ്ക്. ടെസ്ല മോട്ടോഴ്സിന്റെയും 2012 റോക്കറ്റ് വിക്ഷേപിച്ച് ചരിത്രം സൃഷ്ടിച്ച സ്പേസ് എക്സ് എന്നീ കമ്പനികളുടെ സ്ഥാപകനാണ്. ഹൈപ്പർലൂപ്പ് അതിവേഗ യാത്രാ സംവിധാനം ഇദ്ദേഹം വിഭാവനം ചെയ്തിട്ടുണ്ട്.
ഇലോൺ മസ്കിന്റെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ സ്വപ്നമാണ് ഈ കാലഘട്ടത്തിലെ പുതുതലമുറയുടെ ഇടയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. അത് ദ കമേഴ്സ്യലൈസ്ഡ് റോക്കറ്റ്സ് ഇൻ സ്പേസ് ആണ്. സഞ്ചാരികൾക്ക് പോകാൻ പാകത്തിൽ റോക്കറ്റുകൾ കയറി നമുക്ക് ബഹിരാകാശത്തേക്ക് പോകാം. പരസ്പരം നടന്നു കഴിഞ്ഞാൽ മനുഷ്യരെ കൂട്ടിമുട്ടുന്ന തിരക്ക് അല്ലേ? ആ തിരക്ക് വിദ്യാഭ്യാസപരമായി ഉണ്ടാകുന്ന അപചയം കാരണം ഞാൻ ഒരിക്കലും എടുത്ത് പറഞ്ഞൊരു കോളേജിൽ പറഞ്ഞു, എഞ്ചിനീയറിംഗ് കോളേജിൽ പറഞ്ഞു, ഇന്ന് കേരളത്തിൽ 10-35,000 എഞ്ചിനീയർമാർ ഒരു വർഷം പുറത്തേക്ക് ഇറങ്ങി. പണ്ടൊക്കെ നമ്മൾ റോഡിലൂടെ നടക്കുമ്പോൾ ഒരാളുടെ ശരീരത്തിൽ അറിയാതെ മുട്ടിയാൽ നമ്മൾ എന്താ പറയാ, എന്ത് പറയും? സോറി. ഇപ്പോഴാണെങ്കിൽ ഒരാളുടെ ശരീരത്തിൽ അറിയാതെ തിരക്ക് കാരണം മുട്ടിയാൽ നമ്മൾ ചോദിക്കും എഞ്ചിനീയർ ആണല്ലേ? അപ്പൊ അയാൾ പറയാം അതെ. നിങ്ങളോ? ഞാനും അത് തന്നെ, എഞ്ചിനീയർ. അങ്ങനെ സ്വകാര്യ വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായി എഞ്ചിനീയറിംഗ് കോളേജുകൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വരികയും തൊഴിൽ രഹിതരായ എഞ്ചിനീയർമാരെ കൊണ്ട് നാട് നിറയുകയും ചെയ്യുന്ന ഒരു കാലത്തിലാണ് ജീവിക്കുന്നത്. അത്തരമൊരു എഞ്ചിനീയർ അല്ല ഇലോൺ മസ്ക് അല്ലേ? ശരി, ആദ്യത്തെ 10 ചോദ്യങ്ങൾ പിന്നിട്ടപ്പോൾ ആമിനയ്ക്ക് കണ്ണാട്ട് ഫിനാൻസ് സമ്മാനം. കാണാൻ പോലെ വെൽക്കം ബാക്ക് ടു അശ്വമേധം. നമുക്ക് സ്വാഗതം ചെയ്യാം സിദ്ധാർത്ഥ്. സിദ്ധാർത്ഥ്, ഇനി 7ാം ക്ലാസ്സിലല്ലേ മോനെ? അതെ. ഏത് 6ൽ ഏത് ഡിവിഷനിലാ പഠിച്ചേ? ബി. ഫസ്റ്റ് റാങ്കാ? അല്ല. പിന്നെ മീഡിയം. മീഡിയം എന്ന് റാങ്ക് ഉണ്ടോ? അല്ല. ക്ലാസ് ടീച്ചറിന്റെ പേരെന്തോ? ഗായത്രി. ഗായത്രി. ഭയങ്കര ദേശീയ ടീച്ചർ അല്ല. എന്നാലും വലിയ സ്നേഹമൊന്നുമില്ല. ഇങ്ങനെ അല്ല. ഇല്ല. അപ്പോ സിദ്ധാർത്ഥേ, ഗായത്രി ടീച്ചറിനോട് വലിയ താല്പര്യമില്ല? ഉണ്ട്. കള്ളം പറയരുത്. ഉണ്ട്. ഇന്നലെ വീട്ടിൽ പോയി അടുത്ത വർഷം ഗായത്രി ടീച്ചറാണ് ക്ലാസ് ടീച്ചറെങ്കിൽ എനിക്ക് സ്കൂളിൽ പോകണ്ടെന്നൊക്കെ നീ പറഞ്ഞു എന്നിട്ട് അച്ഛൻ പറഞ്ഞു? ഇല്ല. എന്താ ഗായത്രി ടീച്ചർ പഠിപ്പിക്കുന്നത്? മാത്സ് ഇഷ്ടമാണെങ്കിൽ? അതെ. ആദ്യത്തെ 10 ചോദ്യങ്ങളുടെ മേഖലയിലേക്ക് കൊച്ചുമിടുക്കനോടൊപ്പം യാഗം. ഇന്ത്യൻ? അതെ. അതെ. മലയാളി? അല്ല. ജീവിച്ചിരിപ്പുണ്ടോ? ഇല്ല. സാധാരണഗതിയിലാണോ മരിച്ചത്? അതെ. പുരുഷൻ? അതെ. 1950 ശേഷം വരും? അല്ല. 1900 ശേഷം വരും? ഓ. സൗത്ത് ഇന്ത്യൻ? യെസ്. രാഷ്ട്രീയം, കലാ, സാഹിത്യം ഇതിലൊന്നാണോ പ്രധാനം? അല്ല. വെറുതെ ഒരു ഗസ് ചെയ്ത് നോക്കട്ടെ. ഒന്നും ചോദിക്കാതെ പെട്ടെന്ന് നിന്റെ അടുത്ത് സംസാരിച്ചപ്പോ മനസ്സിൽ തോന്നുന്നു ശ്രീനിവാസ രാമാനുജനാണോ? അതെ. ഇത് ചില നിമിത്തങ്ങളാണ്. ഒരു കാര്യമില്ലാതെ എനിക്ക് ഗായത്രി ടീച്ചറിനെ കുറിച്ച് സംസാരിക്കാൻ തോന്നി. നിനക്ക് മാത്സ് ഇഷ്ടമാണെന്ന് നീ പറഞ്ഞു, സൗത്ത് ഇന്ത്യനാണെന്ന് പറഞ്ഞു. അപ്പൊ ശ്രീനിവാസ രാമാനുജനിലേക്ക് പെട്ടെന്ന് മനസ്സ് വന്നു. രാഷ്ട്രീയമല്ല, കലയല്ല, സാഹിത്യമല്ല എന്ന് പറഞ്ഞു. രാമാനുജൻ തീരെ ചെറിയ പ്രായത്തിലാണ് മരിച്ചത്. പക്ഷെ തീരെ വലിയ കാര്യങ്ങൾ കണ്ടെത്തിയിട്ടാ മരിച്ചത്. എത്രയാ രാമാനുജൻ നമ്പർ? 1729. എന്താ നമ്പറിന്റെ പ്രത്യേകത? 2 ജോഡി ക്യൂബുകളുടെ തുകയായി കൂട്ടിയാൽ കിട്ടുന്ന ഏറ്റവും ചെറിയ സംഖ്യയാണത്. 10 ക്യൂബ് അധികം 9 ക്യൂബ് 1000 അധികം 720. അതുപോലെ തന്നെ 12 ക്യൂബ് അധികം 1 ക്യൂബ് 1728 അധികം 1. കേട്ടോ? ശ്രീനിവാസ രാമാനുജൻ ആധുനിക ഭാരതത്തിലെ ഏറ്റവും പ്രതിഭാശാലിയായ ഗണിതശാസ്ത്രജ്ഞൻ. ഗണിതത്തിൽ വിദഗ്ധ ശിക്ഷണം കിട്ടാതിരുന്നിട്ടും സ്വപ്രയത്നത്തിലൂടെ ഗണിത വിശകലനം, സംഖ്യാസിദ്ധാന്തം തുടങ്ങിയ ഗണിതശാസ്ത്ര മേഖലകളിൽ വിലപ്പെട്ട സംഭാവനകൾ നൽകി. അദ്ദേഹത്തിന്റെ 125ാം ജന്മവാർഷികത്തിന്റെ ഓർമ്മയായി 2012 ദേശീയ ഗണിത വർഷമായി അറിയപ്പെടുന്നു. 1920 ഏപ്രിൽ 26 അദ്ദേഹം അന്തരിച്ചു.
സിദ്ധാർത്ഥിനൊരു സമ്മാനം. കല്ലോലിനികളെ ഉള്ളിലടക്കി നിശബ്ദമായി നിലകൊള്ളുന്ന ഗിരിശൃംഗങ്ങൾ പോലെയാണ് വിദ്യാർത്ഥികൾ. വരും കാലങ്ങളിൽ അവരിൽ നിന്ന് പുറത്തേക്കൊഴുകേണ്ട സർഗവാസനകളുടെ വിജ്ഞാന തൃഷ്ണകളുടെ കല്ലോലിനികൾ ആ വിദ്യാർത്ഥി മനസ്സുകളുടെ മലകൾക്കകത്ത് ഒളിച്ചിരിക്കുന്നു. എക്സ്പ്ലോർ ദ റോക്സ് ആൻഡ് ഹിൽസ് ഓഫ് ദ സ്റ്റുഡന്റ് മൈൻഡ്സ്. സ്വാഗതം ചെയ്യാം നിത്ര എന്ന മിത്രത്തെ. നിത്ര, പപ്പയുടെ പേരെന്താ? ജിഒ ഷാജി. ആ, നമ്മുടെ ഷാജിയുടെ മോളാ. ശരി. അമ്മ എന്ത് ചെയ്യുന്നു? അമ്മ കോളേജിൽ ക്ലർക്ക്. അമ്മ കോളേജിൽ ക്ലർക്ക്. ഇനി മേലാല കൈ ചുരുട്ടിയാൽ രണ്ട് കൈ രണ്ട് വശത്ത് വെച്ച്. പപ്പ രാഷ്ട്രീയം, അമ്മ കോളേജിൽ ക്ലർക്ക്. വേണ്ട, മിടുക്കിയായിട്ടിരിക്കാൻ. നീ മിടുക്കിയാണല്ലോടി. നിന്റെ കണ്ണുകളിലുണ്ടല്ലോ മിടുക്കിന്റെ മയിൽപ്പീലി വർണ്ണങ്ങൾ. നിന്റെ പുഞ്ചിരിയിലുണ്ടല്ലോ വിജയത്തിന്റെ ആകാശങ്ങൾ. ഓക്കെ. ഇപ്പോഴത്തെ കുട്ടികളും പഴയ കുട്ടികളും തമ്മിൽ എന്താ വ്യത്യാസം എന്ന് ചോദിച്ചാൽ, ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് ഒരാൾ വന്ന് ഞങ്ങളോട് അച്ഛൻ്റെ പേരെന്താ, അമ്മയുടെ പേരെന്താ, മോന് സുഖമാണോ എന്നൊക്കെ ചോദിച്ചാൽ ഞങ്ങൾ അപ്പം തന്നെ തിരിച്ച് മാമന് സുഖമാണോ എന്ന് ചോദിക്കും. നീ ഇതൊന്നും ചോദിക്കുന്നില്ല. ആരംഭിക്കാം. പാട്ട് പാടോ? നീ പാടും, കേക്കട്ടെ. എന്നോ ഞാൻ എൻ്റെ മുറ്റത്തോരറ്റത്തു പുന്നാരിച്ചൊരു മുല്ല നട്ടു. കണ്ണീർ തേവി നനച്ചു കിനാവിൻ്റെ പൊന്തൂവൽ കൊണ്ടു പന്തലിട്ടു. മിണ്ടാതിത്തിയ കാറ്റൊരു കൗതുകം കൊണ്ട പള്ളിയിലൊന്നു കട്ടു. രണ്ടാം നാളെൻ്റെ ജീവനമുത്തവനെന്തേ വന്നു കട്ടു. ഇരുട്ടിന്റെ കൂട്ടിൽ കൊണ്ടയിട്ടു. എന്നോ ഞാൻ എൻ്റെ മുറ്റത്തോരറ്റത്തു പുന്നാരിച്ചൊരു മുല്ല നട്ടു. മിണ്ടാതിത്തിയ കാറ്റൊരു കൗതുകം കൊണ്ട വള്ളിയിലൊന്നു കട്ടു. രണ്ടാം നാളെൻ്റെ ജീവനമുത്തവനെന്തേ വന്നു കട്ടു. ഇരുട്ടിന്റെ കൂട്ടിൽ കൊണ്ടയിട്ടു. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. നിത്ര മത്സരിക്കാൻ തയ്യാർ. ചോദ്യങ്ങളുടെ അസ്ത്രങ്ങൾ നേരിടാൻ നിത്ര എന്ന മിത്രം തയ്യാർ. നന്നായി പത്രം വായിക്കാറുണ്ടല്ലോ അല്ലേ നിത്ര? ആദ്യത്തെ 10 ചോദ്യങ്ങൾ. യാഗം. ഇന്ത്യനാണോ? മലയാളിയാണോ? അല്ല. ജീവിച്ചിരിപ്പുണ്ടോ? ഇല്ല. സാധാരണഗതിയിലാണോ മരിച്ചത്? 1950 ശേഷമാണോ മരിച്ചത്? അല്ല. 1900 ശേഷമാണോ മരിച്ചത്? അതെ. സൗത്ത് ഇന്ത്യൻ ആണോ? കേരളം, തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ് ആണ്. സയൻസ്? അല്ല. അദ്ദേഹം മതപരം, ആത്മീയം? അതെ. അമ്മയുടെ പേര് ഭുവനേശ്വരി ദേവി എന്നായിരുന്നു? അതെ. മോളെ അയാൾ മലയാളി അല്ല എന്ന് മോള് ജൂറിയൊക്കെ തർക്കിച്ചാലും ഞാൻ പറയും മോള് പറഞ്ഞതാ ശരി. കാരണം മലയാളിക്ക് അയാൾ മലയാളിയാണ്, തമിഴ്നാട്ടുകാരൻ അയാൾ തമിഴ്നാട്ടുകാരനാണ്. യൂറോപ്പ് ബെൽജിയത്തിൽ ജീവിക്കുന്നവൻ അയാൾ ബെൽജിയംകാരനാണ്, അമേരിക്കയിൽ ജീവിക്കുന്നവന് അയാൾ അമേരിക്കക്കാരനാണ്. കാരണം അയാളുടെ മുന്നിൽ ജാതിയുടെ, മതത്തിന്റെ, കുലത്തിന്റെ, വർഗത്തിന്റെ, വർണ്ണത്തിന്റെ, ഗോത്രത്തിന്റെ, ദേശത്തിന്റെ വരമ്പുകളൊന്നും തന്നെ ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് കൽക്കത്തയിൽ ഭുവനേശ്വരി ദേവിയുടെ മകനായല്ല, മറിച്ച് മാനവ ഹൃദയത്തിന്റെ പുതുചിന്തയുടെ, നവചിന്തയുടെ വിമോചനത്തിന്റെ ഭാഗമായി നരേന്ദ്രനാഥ് ദത്ത വളർന്നത്. വളർച്ചയുടെ ഒടുവിൽ നരേന്ദ്രനാഥ് ദത്ത സ്വാമി വിവേകാനന്ദനാണ്. വിവേകാനന്ദനല്ലേ മനസ്സിൽ അല്ലേ? സ്വാമി വിവേകാനന്ദൻ 1863 ജനുവരി 12 കൊൽക്കത്തയിൽ ജനനം. വേദാന്ത തത്വശാസ്ത്രത്തിന്റെ ആധുനിക കാലത്തെ ഏറ്റവും ശക്തനായ വക്താവും
ഇന്ത്യയിലെമ്പാടും സ്വാധീനമറിയിച്ച ആത്മീയ ഗുരുവുമായിരുന്നു. രാമകൃഷ്ണ പരമഹംസന്റെ പ്രധാന ശിഷ്യനും രാമകൃഷ്ണ മഠം, രാമകൃഷ്ണ മിഷൻ എന്നിവയുടെ സ്ഥാപകനുമാണ്. 1893 സെപ്റ്റംബർ 11 ഷിക്കാഗോയിലെ ലോകമത സമ്മേളന വേദിയിലെ പ്രസംഗം ലോക പ്രശസ്തമാണ്. 1902 തന്റെ 39-ാം വയസ്സിൽ സമാധിയായി. പൂവച്ചൽ ഗവൺമെന്റ് VHSSൽ നടക്കുന്ന അറിവിന്റെ ഈ മഹോത്സവത്തിൽ ഇനി മത്സരിക്കാനെത്തുന്നത് നിസാമുദ്ദീനാണ്. വരൂ നിസാമുദ്ദീൻ. വിജ്ഞാനത്തിന്റെ ജനകീയോത്സവത്തിലേക്ക് നിസാമുദ്ദീന് സ്വാഗതം. എന്ത് ചെയ്യുന്നു? ജോലിയുണ്ട്, രാഷ്ട്രീയ പ്രവർത്തനം. ജോലി എവിടെയാ? ISROയിൽ ജോലി ചെയ്യാ. മാധവൻ നായരോ ഒക്കെയാണോ മനസ്സിൽ? രാഷ്ട്രീയ പ്രവർത്തനം എന്താണ്? CPI. അപ്പോ പൊതുരംഗത്തും ഔദ്യോഗിക രംഗത്തും പ്രവർത്തിക്കുന്ന നിസാമുദ്ദീൻ ഈ സ്കൂളുമായി എന്തെങ്കിലും ബന്ധം ഉണ്ട്. പൂർവ്വ വിദ്യാർത്ഥിയാണ്. ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥിയാണ്. 5 വർഷം ഇവിടെ പഠിച്ചൊരു വിദ്യാർത്ഥിയാണ്. എന്നിട്ട് അവർക്കത് കൈയടിക്കാൻ മടി. നിങ്ങളുടെയൊക്കെ ചേട്ടനാ അശ്വമേധം കാണാറുണ്ട് നിസാമുദ്ദീൻ? കാണാറുണ്ട്. ഈ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് കാണുമായിരുന്നു? പഠിക്കുന്ന കാലത്ത് കാണാറില്ലായിരുന്നു. അന്നത്തെ കാലത്ത് ആയിരക്കണക്കിന് ആളുകളിൽ നിന്ന് 3-4 പേർക്ക് സ്റ്റുഡിയോ മുറിക്കകത്ത് മാത്രമാണ് അവസരം കിട്ടിയിരുന്നത്. ഈ പുതിയ തലമുറയിലെ കൊച്ചുകുട്ടികൾക്ക് അവരുടെ അരികിലേക്ക് എത്തി നമ്മൾ അവരോട് അറിവിന്റെ വയലുകളിലേക്ക് വിജ്ഞാനത്തിന്റെ വിജയം കൊയ്തെടുക്കാൻ അവരെ കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. സ്വാഭാവികമായ ഒരു വൈജ്ഞാനിക പരിണാമമാണ് ഈ യാത്രയുടേത്. ആരംഭിക്കാൻ നിസാമുദ്ദീൻ? കവിതയല്ലോ? ഇല്ല. ആദ്യത്തെ 10 ചോദ്യങ്ങളുടെ മേഖലയിലേക്ക് പൂവച്ചൽ VHSSലെ പൂർവ്വ വിദ്യാർത്ഥിയായ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്ന സർവോപരി ISROയിലെ ഉദ്യോഗസ്ഥൻ കൂടിയായ നിസാമുദ്ദീനോട് യാഗം. ഇന്ത്യൻ? അതെ. മലയാളി? അല്ല. പുരുഷൻ? അതെ. ജീവിച്ചിരിപ്പുണ്ടോ? ഉണ്ട്. 50 വയസ്സിന് മുകളിൽ പ്രായം? അതെ. സൗത്ത് ഇന്ത്യൻ? അല്ല. രാഷ്ട്രീയം, കലാ, സാഹിത്യം? അതെ. രാഷ്ട്രീയം? അതെ. ഇന്ന് അദ്ദേഹം കേരളത്തിലുണ്ടോ? ഇല്ല. 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 ഇടതുപക്ഷ രാഷ്ട്രീയം? അല്ല. കൊല്ലത്തില്ല ഇന്ന്. 10 ചോദ്യങ്ങൾ യജ്ഞം. BJP? അല്ല. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്? അല്ല. ഏതെങ്കിലും സംസ്ഥാനത്തിലെ മുഖ്യമന്ത്രി ആയിട്ടുണ്ടോ? ഇല്ല. 50 വയസ്സിന് മുകളിലാണ് പ്രായം? അതെ. കക്ഷി രാഷ്ട്രീയമാണോ? പൊളിറ്റിക്കൽ പാർട്ടി ഓറിയന്റഡ് പൊളിറ്റിക്സ് ആണോ പ്രധാനം? അതെ. അതെ. പാർട്ടി. ഒരു പാർട്ടിയിലൂടെയുള്ള രാഷ്ട്രീയം തന്നെയാണ്? അതെ. 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 ആണ്. ജനതാ പരിവാർ? അല്ല. ജനതാ പരിവാർ എന്ന് പറഞ്ഞാൽ അറിയാലോ, ജനതയുടെ വിവിധ വിഭാഗങ്ങളാണ്. സമാജ്വാദി പാർട്ടി മുതൽ തുടങ്ങി രാംവിലാസ് പസ്വാന്റെ പാർട്ടിയിലൂടെ എല്ലാം യാത്ര ചെയ്യുന്ന ജനതാ പരിവാർ, ജനതാ കുടുംബം? അല്ല. 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 നോർത്ത് ഈസ്റ്റ് ആണോ അയാളുടെ നാട്? അതെ. 16 ചോദ്യങ്ങൾ രാജസൂയം. അദ്ദേഹം ഒരു വംശീയതയുടെയോ പ്രാദേശികതയുടെയോ അടയാളമുള്ള രാഷ്ട്രീയ സ്വഭാവം നിലനിർത്തുന്ന ആളാണ്. ഒരു പ്രത്യേക സെക്റ്റിനു വേണ്ടി, വിഭാഗത്തിനു വേണ്ടിയുള്ള രാഷ്ട്രീയവാദത്തിൽ ഏർപ്പെടുന്ന ആളാണ്. വേണമെങ്കിൽ പറയാം. വേണമെങ്കിൽ പറഞ്ഞാൽ പോരാ. എസ് എന്ന് തന്നെ, എസ് ഓർ നോ തന്നെ പറയണം. ഇപ്പൊ സുഭാഷ് ഗീഷിങ് ഗൂർഖകൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരാളാണ് എന്ന് പറയുന്നത് പോലെ വിമൽ ഗുരുങ് അവര് ബോഡോലാൻഡിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് എന്ന് പറയുന്നത് പോലെ അദ്ദേഹം ഒരു പർട്ടിക്കുലർ വിഭാഗത്തിന് വേണ്ടി, ഒരു വിഭാഗീയ സൊസൈറ്റിക്ക് വേണ്ടി, ഒരു സൊസൈറ്റി എന്നോ ഒരു വംശമെന്നോ ഒരു സെക്ട് എന്നോ പറയാവുന്ന, അതിന് വേണമെങ്കിൽ പറയാമെന്ന് എനിക്ക് അതൊരു വേണമെങ്കിൽ പറയാം എന്നേ പറയാം.
റിലീജിയസ് ഓർ റീജിയണൽ ആയ, ജാതീയമോ പ്രാദേശികമോ ആയ, അതാണ് ചോദിക്കുന്നത്. അത് സെക്ടേറിയൻ പൊളിറ്റിക്സ് ആണോ എന്നാണ് ചോദ്യം. പുരുഷനാണ്. കേന്ദ്രമന്ത്രിയായിട്ടുണ്ടോ? ഇല്ല, കേന്ദ്രമന്ത്രിയായിട്ടില്ല. നോർത്ത് ഈസ്റ്റിൽ മാത്രമുള്ള ഒരു വംശീയ പാർട്ടിയാണോ അത്? അതെ. അവസാനത്തെ ചോദ്യം, അദ്ദേഹത്തിന്റെ ജന്മസംസ്ഥാനം ബീഹാർ ഒറീസയാണോ? അല്ല. പറയൂ. മൗലാന ബദറുദ്ദീൻ അജ്മൽ ഖാസിമി, MP ഓഫ് പാർലമെന്റ്. ഇപ്പോൾ 2013 മുതൽ അതിന്റെ പ്രസിഡന്റായി വർക്ക് ചെയ്യുന്നു. 1950 ബോൺ. പറയൂ, അദ്ദേഹത്തെ കുറിച്ച് കൂടുതൽ പറയൂ. അദ്ദേഹം എൻ്റെ ഒരു അറിവനുസരിച്ച് ആസാമിലെ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു മത നേതാവാണ്. പുള്ളി ഒരു കോടീശ്വരൻ, വലിയൊരു ബിസിനസ്മാനും കൂടെയാണ്. തിയോളജിയിലും അറബിയിലും. പേര് മുഴുവനായി പറയൂ. മൗലാന ബദറുദ്ദീൻ അജ്മൽ ഖാസിമി, MP ആണ്. AUDF എന്ന വലിയ രാഷ്ട്രീയ പാർട്ടിയുടെ, ആ പ്രാദേശിക പാർട്ടിയുടെ നേതാവ്. പാർട്ടിയാണ്. പാർലമെന്റിൽ MP ആണ് പുള്ളി. നമ്മളെ മൗലാന MIM പോലെ, അസദുദ്ദീൻ ഒവൈസിയെ പോലെ ആ സ്റ്റേറ്റിലുള്ള ഒരു പാർട്ടിയുടെ ഒവൈസി പോലത്തെ ഒരാളാണ് ബദറുദ്ദീൻ അജ്മൽ. അസാമിലെ ദുബരി ലോക്സഭാ നിയോജക മണ്ഡലത്തിൽ നിന്നുള്ള ഇന്ത്യൻ പാർലമെന്റ് അംഗമാണ് ബദറുദ്ദീൻ അജ്മൽ. അസാം യുണൈറ്റഡ് ഡെമോക്രാറ്റിക് ഫ്രണ്ട്, അഖിലേന്ത്യാ ഐക്യ ജനാധിപത്യ മുന്നണി എന്നിവ സ്ഥാപിച്ചു. വെരി ഗുഡ്. രാഷ്ട്രീയ പ്രവർത്തന കാലത്ത് വായിക്കാൻ കഴിഞ്ഞ ഒരു സാധനമാണ് മൗലാന ബദറുദ്ദീൻ അജ്മൽ ഖാസിമി. ഡൽഹിയിൽ രാഷ്ട്രീയ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് കുറച്ചു കാലം ഉണ്ടായ സമയത്ത് ഒരു വായനയിലൂടെ കിട്ടിയ ഒരറിവാണ്. വെരി ഗുഡ് നിസാം, വെരി ഗുഡ്. ഒരു പുതിയ ആളിനെ കൂടി പരിചയപ്പെടുത്തി ഒരു പുതിയ ഇൻഫർമേഷൻ സമ്മാനിക്കുകയാണ് നിസാം നമുക്ക് സമ്മാനിച്ചത്. മൗലാന ബദറുദ്ദീൻ അജ്മൽ ഖാസിമി അല്ലേ? ശരി. AUDF, ആസാം യുണൈറ്റഡ് ഡെമോക്രാറ്റിക് ഫ്രണ്ടോ? ശരി. നോർത്ത് റിപ്പബ്ലിക് നൽകുന്ന സമ്മാനമുണ്ട് നിസാം. ഒപ്പം മത്സരത്തിലെ വിജയിക്ക് താങ്കൾക്ക് ലഭിക്കുന്ന സമ്മാനം. ഈ ഡൽഹിയിൽ എന്തിനാ ഉണ്ടായിരുന്നേ? JNU ഇലക്ഷനുമായി ബന്ധപ്പെട്ട്, ASFന്റെ തീരുമാനിക്കുന്ന പ്രവർത്തനവുമായി ബന്ധപ്പെട്ട്, പിന്നെ അതുപോലെ തന്നെ പാർലമെന്റ് മാർച്ച്, ഇങ്ങനെ കുറെ കണ്ടന്റ് പ്രോഗ്രാമായിട്ട് ഡൽഹിയിൽ പോകാറുണ്ടായിരുന്നു. അങ്ങനെ ഉണ്ടായിരുന്നു. എല്ലാം പരിചയപ്പെട്ടോ? വളരെ അടുത്തതാണ്. പിന്നെ മുഹ്സിൻ വളരെ ഇന്റിമേറ്റ് ഫ്രണ്ടാണ്, വിളിക്കാറുണ്ട്. പിന്നെ എൻ്റെ കലാലയമാണ്. ഒരുപാട് സന്തോഷമുണ്ട് ഈ മികവിൻ്റെ എക്സലൻറ്റിൽ നിൽക്കുമ്പോൾ. നമ്മളൊക്കെ ഇപ്പം ഈ സമയത്ത് ഇതിൽ ഭാഗമായില്ല എന്നൊരു വിഷമം മാത്രമേ ഉള്ളൂ. ശരി.